നാളെയും നമ്മളുടെ ദുആ ഉണ്ടാവും. കച്ചവടത്തിൽ ബർക്കത്തിന് വേണ്ടിയിട്ട് ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല നേർച്ച കൊടുക്കണം കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ. ഉറൂസിലേക്ക് ക്യാഷ് ഇങ്ങോട്ട് കൊടുത്തയക്കണം, എന്നാൽ ബർക്കത്ത് ഉണ്ടാകും. സ്വയം വലിയുല്ലാഹിയുടെ നോട്ടമുള്ള കച്ചവടമാക്കട്ടെ. നല്ല നേർച്ച കൊടുക്കണം കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ. ഉറൂസിലേക്ക് ഒരു 10 കിറ്റിന്റെ ക്യാഷ് ഇങ്ങോട്ട് കൊടുത്തയക്കണം, എന്നാൽ ബർക്കത്ത് ഉണ്ടാകും. സ്വയം വലിയുല്ലാഹിയുടെ നോട്ടമുള്ള കച്ചവടമാക്കട്ടെ. ഇവർക്ക് ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇങ്ങനെ വരണം എന്നുള്ളതാണ്. ആരേത് പഠിപ്പിച്ചത്? ക്യാഷ് കൊടുത്താൽ ബർക്കത്ത് ഉണ്ടാവും എന്നുള്ളത് ബർക്കത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അല്ലേ? അള്ളാഹു ആണ് നമുക്ക് ബർക്കത്ത് നൽകേണ്ടത്. അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള പൈസ എവിടെ ഇടുക? ഏത് അക്കൗണ്ടിലാ ഇടുക? ഏത് പെട്ടിയിലാ കൊണ്ടിടുക? ഇവർക്ക് എടുത്ത് തിന്നാനുള്ള പെട്ടികളും അതുപോലെ കവറുകളും അവരുടെ കൈകളിലുമുള്ളത് അവരുടെ പോക്കറ്റിലാക്കുകയും അവര് തിന്നു തീർക്കുകയും ചെയ്യാണ്. അള്ളാഹുവിന് ആ പൈസ എത്തണമെന്നില്ല. പിന്നെ അള്ളാഹു പറയുന്ന മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക, അതിന്റെ ഭാഗമായി കൊണ്ട് അള്ളാഹു ബർക്കത്ത് നൽകിയേക്കാം. എന്നാൽ ഇവരുടെ കയ്യിൽ കിട്ടുന്ന സംഭാവന ഉണ്ടല്ലോ, ഇവര് പുട്ടടിക്കാൻ കൊണ്ടുപോവാണ്. പ്രിയമുള്ളവരെ, ബർക്കത്തിന് വേണ്ടിയിട്ട് പൈസ ചോദിക്കുന്ന ഈ ആളുകള് ഇവര് ഇതുപോലെയുള്ള പച്ചക്കളവുകൾ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ പിഴിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബർക്കത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് ബർക്കത്ത് വാരിക്കോരി നൽകപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പിടുങ്ങുന്ന ഈ പണമുണ്ടല്ലോ, ഇത് കൊണ്ടുപോയിട്ട് ഇവര് പുട്ടടിക്കുകയാണ്. അതിൽ യാതൊരു സംശയമല്ല. എന്നിട്ട് പറയും പള്ളി ഉണ്ടാക്കാനാണ്, മദ്രസ ഉണ്ടാക്കാനാണ്. പള്ളി ഉണ്ടാക്കാൻ ആ നാട്ടുകാർ വിചാരിച്ച പള്ളി അവിടെ ഉണ്ടാവും, അതിനിങ്ങനെ നടന്നു പിരിക്കണ്ട. പിന്നെ മദ്രസ ഉണ്ടാക്കാന് അവനവന്റെ മക്കളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവനവൻ ചേർന്ന് മദ്രസകൾ ഉണ്ടാക്കണം. പിന്നെ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം. എന്തിന്? ആ സ്ഥാപനത്തിന്റെ പേരും പറഞ്ഞിട്ട് പിരിവെടുത്താന്. എന്താവട്ടെ, എന്തായാലും ബർക്കത്ത് പൈസ കൊടുത്താൽ കിട്ടൂല, സംഭാവന കൊടുത്താൽ കിട്ടൂലെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലല്ലാതെ ഈ പൗരോഹിത്യവർഗം പറയുന്ന രൂപത്തിൽ നിങ്ങൾ ബർക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ അതിന് യാതൊരു പ്രതിഫലവും ഇല്ല എന്നുള്ള കാര്യമാണ് പറയുവാനുള്ളത്. ബർക്കത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു എന്താണ് ബർക്കത്തെന്നും ആ ബർക്കത്ത് അള്ളാഹുവിൽ നിന്ന് നേടുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ബർക്കത്ത് സംബന്ധമായിക്കൊണ്ട് ഒരു വീഡിയോ ചേർക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണുക, മനസ്സിലാക്കുക, സത്യം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചെറിയൊരു അത്ഭുതം നടക്കുമ്പോഴേക്കും കറാമത്ത് അങ്ങോട്ട് പറഞ്ഞു പരത്തിയിട്ട് എന്തെന്നില്ലാത്ത ബഹുമാനവും എന്തോ ഖുതുബുൽ അഖ്താബ് മഹാനായ മമ്പറം തങ്ങളും മഹാനായ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളും ഈ മഹാന്മാരൊക്കെ നിൽക്കുന്ന സ്ഥാനത്തേക്ക് അതിന്റെ 4 അയലത്ത് പോലും നിൽക്കാൻ അവകാശമില്ലാത്ത ആളുകളെയൊക്കെ വലിയ വലിയ പേരിട്ടിട്ടുണ്ട്. വിളിക്കാൻ ആര്? എന്താണ് ഇവര് ചെയ്തത്? ഒന്നുമില്ല, വെറുതെ മാർക്കറ്റിംഗ്. അങ്ങനെ പറഞ്ഞു പരത്ത ഏതോ വലിയ ഹോജ എന്നൊക്കെ പറയാ. ഇല്ലാത്ത ആളുകളെ, ഒരു അർഹതയില്ലാത്ത ആളുകളെ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ വഞ്ചിക്കാനും ആത്മീയ ചൂഷണം ചെയ്യാനും കോലം കെട്ടി നടക്കുന്ന ആളുകൾ അല്ലാഹുവിനെ വിചാരിച്ചൊന്ന് മാറി നിൽക്കണമേ. ഈ ദീനിന്റെ പുണ്യമായ പാരമ്പര്യമാണ് മലിനപ്പെട്ടു പോകുന്നത്. അള്ളാഹുവിന് ഇഷ്ടം അമലുകൾ മറച്ചുവെക്കുന്നവരെയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ കാനൂ യുഖ്ഫൂന കറാമാതിഹിം, അവരുടെ കറാമത്തുകൾ മറച്ചുവെക്കുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മറച്ചുവെക്കും. അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഹൈളതിഹാ, അവർ നന്നായി നാണിക്കുന്നവരായിരുന്നു. എങ്ങനെയെന്നറിയോ? ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിന്റെ അടയാളമുണ്ടാകുമ്പോ ആ പെൺകുട്ടി അത് എങ്ങനെ മറച്ചു പിടിക്കുന്നുവോ അതിലേറെ ലജ്ജയും നാണവുമുള്ളവരായിരുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. കറാമത്തുണ്ടായ പറയൂല. കൂട്ടത്ത് പറയാ, കുട്ടികൾക്ക് അങ്ങനെ പ്രായപൂർത്തിയായതൊന്നും ആഘോഷിക്കേണ്ട കാര്യമല്ല എന്ന് പറയാൻ, അറിയിക്കേണ്ട കാര്യമല്ല, മറച്ചു വയ്ക്കേണ്ട കാര്യമാണ്. നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് പ്രത്യേക ചോറ് കൊടുക്കണ ഒരുപാടൊക്കെ ഏതൊക്കെയോ നാട്ടിലൊക്കെ കാണാൻ പറ്റും. അപ്പോ അത് മറച്ചു പിടിക്കേണ്ട കാര്യമാണ്. ഔലിയാക്കന്മാർ അങ്ങനെ മറച്ചു പിടിക്കുമായിരുന്നു. ആരും അറിയാതെ മറച്ചു പറയൂല. ആരെങ്കിലും 4 ആൾ അറിയുന്നു കണ്ടാൽ ഓടി രക്ഷപ്പെടും. സയ്യിദ് താബിഈങ്ങളുടെ നേതാവ് നബി തങ്ങൾ പറഞ്ഞ മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ഉവൈസുൽ ഖർനി എന്നവർ യമനിയാണ്. യമനിൽ നിന്ന് വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാൻ നബി തങ്ങൾ കണ്ടിട്ടില്ല. സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഒക്കെ അതിന്റെ ചരിത്ര ഭാഗങ്ങൾ കാണാൻ കഴിയും. ഉമർ തങ്ങളോടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, ഉമറേ, ഒരാള് വരും, ഉവൈസ് എന്ന് പറയുന്ന ആള് വരും. അയാൾക്കൊരു ഉമ്മയുണ്ടാ, ഉമ്മാക്ക് വല്ലാത്ത ഉമ്മയോട് സ്നേഹമുള്ള ഒരാൾ.
വല്ലാത്ത സ്നേഹാണ് ഉമ്മയോട്. ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു, സുഖമാവാൻ അള്ളാഹിനോട് ദുആ ചെയ്തു, അള്ളാഹു സുഖമാക്കി കൊടുത്തു. നമ്മളൊക്കെ വെള്ളപ്പാണ്ടിന്റെ അസുഖമുള്ള ചെറിയ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയൊരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ വൃക്കപ്പെടുന്ന അസുഖങ്ങളൊക്കെ അള്ളാഹു ചെറുതും വലുതുമായ അസുഖങ്ങൾ റബ്ബേ നീ ഞങ്ങൾക്ക് ശിഫ തരണേ തമ്പുരാനെ. നമ്മൾ ചോദിക്കുന്ന നേരം ലഅല്ലഹ സഅത ഇജാബ, ആ ഉത്തരം കിട്ടുന്ന നേരമാവാം. അള്ളാഹു നമുക്കും നമ്മുടെ എല്ലാ രോഗികൾക്കും ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകൾക്കും നമ്മൾ ഓരോരുത്തരോടും മനസ്സുമായി ബന്ധമുള്ള സ്നേഹബന്ധമുള്ള എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ തമ്പുരാനെ. മഹാനായ ഉവൈസുൽ ഖർനിക്ക് അല്ലാഹു തആല ആ രോഗം ശിഫയാക്കി കൊടുത്തു. ഇല്ലാ മൗളിഅ ദിർഹമിൻ, ഒരു ദിർഹമിന്റെ അടയാളപ്പെടുന്ന ഒരു ദിർഹമിന്റെ ഒരു വട്ടമൊഴികെ അതെവിടെയോ ശരീരത്തിൽ വെള്ളപ്പാണ്ട് ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ അങ്ങനത്തെ ഒരാൾ